സ്വർണം പൊട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന പോലെ ഇന്നലെ നേരം വെളുത്തപ്പോൾ കൂത്താട്ടുകുളത്ത് വോട്ട് പൊട്ടിക്കൽ പദ്ധതി നടപ്പിലാക്കി. നമ്മളന്ന് രാവിലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, രാവിലെ കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് മുമ്പിൽ ഒരു വണ്ടി വന്നു. വണ്ടി ഓടിച്ചത് ആരാന്നാവല്ലേ? SFI ഗുണ്ടാ നേതാവാണ് ആ കാറ് ഓടിച്ചത്. കുറുവാ സംഘം ഇരുട്ടത്താണ് പൈസയും സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോകല്. എന്നാൽ നാട്ടുകാരും പോലീസുകാരും പാർട്ടിക്കാരും എല്ലാവരും നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൗൺസിലറെ വണ്ടിക്ക് വലിച്ചിട്ട് കൊണ്ടുപോയി കൂത്താട്ടുകുളം സംഘം. അവരോട് വന്നിറങ്ങിയ വാഹനത്തിൽ വന്നിറങ്ങിയ അവരെ 150-150ഓളം വരുന്ന CPM പ്രവർത്തകരും നേതാക്കന്മാരും ആക്രോശിച്ചുകൊണ്ട് കൊല്ലടായെന്നും വലിച്ചു കയറ്റടായെന്നും പറഞ്ഞ് കാലത്ത് പഴച്ചു പോകണമെങ്കിൽ ഇത്ര നമ്പർ കൈ വേണം, അടിച്ചടിച്ച് നിൽക്കണ്ട സാർ. കയ്യൂരും കരിവള്ളൂരും വയലാറിലും ഒന്നും പങ്കെടുക്കാത്തോല് കൂത്താട്ടുകുളം മോഡല് തട്ടിക്കൊണ്ടുപോലെ നടത്തിങ്ങാണ്ട് വിപ്ലവം ഉണ്ടാക്കി. ഒരു ഡിവൈഎഫ്ഐയുടെ സഖാവ് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി. അമ്മ ക്ഷമിക്കണം, ഇത് പേഷ്യന്റ് വിഷയമല്ല, കിഡ്നാപ്പിംഗ്. കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവർ അടച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ കാല് എന്നെ വിടോ. കാറിന്റെ ഡോറിന്റെ ഇടയിലെങ്ങാനും കാല് കുടുങ്ങിയാല് നവകേരള മോഡലില് രക്ഷാപ്രവർത്തനം സഖാക്കൾ നടത്തി തരും. കാലവിടെ ചെന്നിട്ട് വെട്ടി തരാടി എന്ന് പറഞ്ഞു എന്നോട്. കാല് വെട്ടിങ്ങട് മാറ്റിയിട്ട് നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുത്തി തരും. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, എടുത്തോണ്ടും പോയിട്ടില്ല. നല്ല ക്യാപ്സൂളാണ്. ചെവി മാത്രല്ലല്ലോ നാട്ടുകാർക്കുള്ളത്, കണ്ണുണ്ടല്ലോ. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതല്ലേ? പൊതുസമൂഹം കണ്ടിട്ടൊന്നും കാര്യമില്ല. പാർട്ടി സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയിട്ടും തട്ടിക്കൊണ്ടുപോലെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. CPM ചിഹ്നം അനുവദിച്ച് CPMന്റെ പേരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളെ CPMന്റെ ചെയർപേഴ്സണെതിരായിട്ട് അവിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ CPM തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ. അല്ല കൗൺസിലറെ, നിങ്ങളെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് നിങ്ങൾ മുമ്പ് കണ്ട ഏതെങ്കിലും കെട്ടിടോ അതല്ലെങ്കിൽ എന്തെങ്കിലും അടയാളോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. ഗൗണ്ടറുടെ സ്ഥലം സേഫ് ആണെന്ന് അറിയാം, വല്ല മണവും കിട്ടിയ ഇവന്മാർ തപ്പി അങ്ങ് ചെല്ലും. അപ്പൊ ഏരിയ കമ്മിറ്റിക്കാർക്ക് ഈ ബിൽഡിംഗ് അറിയാലോ അല്ലെ? ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, എടുത്തോണ്ടും പോയിട്ടില്ല. കൗൺസിലറെ, ഈ കൊണ്ടുപോയ സംഘത്തിലെ ആരുടെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ലോക്കൽ സെക്രട്ടറി ഒക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കാം. അതേപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു മാസ് ഡയലോഗ് അതാരെങ്കിലും വണ്ടിന്ന് പറഞ്ഞിരുന്നോ? അവളെ കൊന്നുകളയടാ. അപ്പൊ കൗൺസിലറുടെ മൊഴി വ്യക്തമാണ്, തെളിവെല്ലാതും നിരത്തി. ഇതാണോ CPM സ്വീകരിക്കേണ്ടിയിരുന്ന മാർഗം? മാർഗമല്ല, ലക്ഷ്യമാണ് കാര്യമെന്ന്. അതാണ് മുനിസിപ്പാലിറ്റിയുടെ ഭരണം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ തരം പൊട്ടിക്കലാണ് പാർട്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് കാത്തിരുന്ന് കാണാം.